നമ്മളുടെ ഇവിടുത്തെ ഏതൊരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും നമ്മളുടെ എംപ്ലോയീസിൻ്റെ സപ്പോർട്ട് വേണം. എത്രത്തോളം സഹായം? നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിലുള്ള ഞാനും എൻ്റെ ബ്രദർ മാത്രമാണ്, ആരും ഉണ്ടായിട്ടില്ല. എൻ്റെ ബ്രദറും എൻ്റെ ഫ്രണ്ട്സെല്ലാം ഹെൽപ്പ് ചെയ്യാൻ, ഫ്രണ്ട്സെല്ലാം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ. ഓരോ ടൈമിലെല്ലാം സ്റ്റുഡൻ്റ് ആയാലും അവർ വന്നിട്ട് പാർട്ട് ടൈമിൽ എൻ്റെ അടുത്ത് നിന്നിട്ട് ജോലിക്കെന്നല്ല കേട്ടോ, സാലറിക്ക് സഹായിക്കാൻ എൻ്റെ ഫ്രണ്ട്സ് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവർക്കെല്ലാം എൻ്റെ ഫ്രണ്ട്സിനെല്ലാം പെട്ടെന്ന് എല്ലാവർക്കും നല്ല ഇതായിരുന്നു. പക്ഷേ എൻ്റെ പെറ്റ് നെയിം മമ്മി എന്നാണ്. മമ്മി ചെയ്യുമ്പോൾ ചെയ്തിട്ട് അങ്ങനെ ആവണം. അപ്പോൾ വന്നിട്ട് എല്ലാവരും ചോദിക്കും, പറയും, എല്ലാം പറഞ്ഞു കൊടുക്കും, എല്ലാം ചെയ്യും. ഇന്ന കാര്യം അതുകൊണ്ട് ഡ്യൂട്ടി അവർ പഠിത്തത്തിൻ്റെ ടൈമിലും വിട്ട് ബാക്കിയുള്ള പാർട്ട് ടൈമിലും എന്നെ നല്ല ഹെൽപ്പ് ചെയ്തിന്. പിന്നെ നൈറ്റിലെല്ലാം കുറേ ലേറ്റ് ആവും, ഞാനും ബ്രദറും മാത്രമേ ആയിരിക്കും. അത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്തിന് സ്റ്റാർട്ടിങ്. പിന്നെ സ്റ്റാഫെല്ലാം വന്ന് പിന്നെ ഓരോരോ സ്റ്റാഫ് കുറേ, ഇപ്പോൾ ഒരു 7-8 സ്റ്റാഫ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലും 8-9 സ്റ്റാഫ് ഉണ്ട്. ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അപ്പോയിൻമെന്റ് ചെയ്യണത്ര എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ശരിക്കും സിസ്റ്റർ കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് സിസ്റ്റർ കിട്ടിയിട്ടില്ല. ഇത് എന്തായാലും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. അതന്നെ, തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ബന്ധപ്പെട്ടിട്ട് എക്സ്പീരിയൻസ് ഇല്ല. IoT കഴിയണമെന്നില്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ മതി. ബാക്കി 2 മാസം കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഡെവലപ്പാക്കി എടുത്തു, ട്രെയിനിങ് കൊടുത്തോളൂ. എന്തായാലും അത് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിലൂടെ അവരെയും പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഇനി നമുക്കിനി ഒരല്പസമയം വീട്ടിലെ കാര്യങ്ങൾ, ആരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടിൽ ഫാദർ, മദർ, പിന്നെ 7 മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ ആരൊക്കെയാണ്? ബ്രദർ വേറെ സെറ്റിൽഡ് ആണ്, മൂത്ത ബ്രദർ. പിന്നെ അതിൻ്റെ താഴെയുള്ള സിസ്റ്റർ വേറെ സെറ്റിൽഡ് ആണ്. പിന്നെ ഒരു സിസ്റ്റർ പിന്നെ ടീച്ചറാണ്, അവർ ഹസ്ബൻഡ് ടീച്ചറാണ്. രണ്ടാളും ഗൾഫ് പോയതാണ്, തിരിച്ച് നാട്ടിലേക്ക് വന്നത്. ലീവ് എടുത്ത് പോയത്, അവിടെയും ടീച്ചിങ്ങിന് തന്നെ പോയതാണ്. അവിടെ സിസ്റ്റർക്ക് അവിടെ ശരിയാവാത്തത് കൊണ്ട് തിരിച്ച് സിസ്റ്റർ ഇങ്ങോട്ട് വന്നു. പിന്നെ ഉള്ളത് അതിൻ്റെ താഴെയുള്ള സിസ്റ്റർ, അവർ കണ്ണൂർ കല്യാണം കഴിച്ചോട്ട് പോയി, കണ്ണൂരാണുള്ളത്. പിന്നെ ഞാൻ, എൻ്റെ താഴെ 2 ബ്രദർ. അതിലൊരു ബ്രദർ എൻ്റെ കൂടെയുണ്ട്, ചെറിയ ബ്രദർ എൻ്റെ കൂടെയുണ്ട്. അതിൻ്റെ മിഡിലുള്ള ബ്രദർ അലൈനിലുള്ള ഏകദേശം ഒരു 5 ഇയേഴ്സായി പോയിട്ടില്ല. ഈ മന്ത് എങ്ങാനും വരുന്നു പ്രതീക്ഷിക്കുന്നു, ഏപ്രിൽ. 5 ഇയേഴ്സായി പോയിട്ടല്ലേ? 5 ഇയേഴ്സായി വിളിച്ചിട്ട് വരുന്നില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ പറയും. പിന്നെ ഇപ്പൊ കൂടെയുള്ള ബ്രദറിന്റെ പേരെന്താണ്? അസൈനാർ. അവൻ നിങ്ങൾ രണ്ടും കൂടെ വിളിക്കും, അച്ചുന്നേ വിളിക്കൂ. പ്രധാനപ്പെട്ട കാര്യമാണ് കറണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഇരുന്നപ്പോൾ തന്നെ പവർ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ സർജറി ഒക്കെ മാറ്റി വെക്കേണ്ട ഒരു കറണ്ട് ഇല്ലാത്തത്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് ഈ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് എന്തൊക്കെയാണ് വേണ്ടത്? കറണ്ട് ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെറുത്തൂരിൽ ഇപ്പോൾ 1-2 കടയിൽ ശരിക്കും കറണ്ട് യൂസ് ചെയ്യുന്നില്ല. അവർ വലിയ ഹെവി ജനറേറ്റർ യൂസ് ചെയ്യാൻ, അതേപോലെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. കറണ്ട് തന്നെ എപ്പോഴും പ്രോബ്ലം. കറണ്ട് ചാർജെല്ലാം നല്ല ചാർജ്, ബില്ലെല്ലാം വരുമ്പോൾ നന്നായി വരുന്നുണ്ട്, പക്ഷെ കറണ്ട് ഉണ്ടാവില്ല. നമ്മൾ ഒപ്റ്റിക്കൽസ് തന്നെ വെറും കണ്ടറിയും, ഒപ്റ്റിക്കൽസ് തന്നെ 10,000 ബില്ല് വരുന്നു, ഒപ്റ്റിക്കൽസിൽ മാത്രം. ഇനി എന്തായിരിക്കും ഭാവി? ഇതാ നെക്സ്റ്റ് പരിപാടിൻ്റെ ഉള്ളിൽ പുതിയ മൾട്ടി ലെവലിൽ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഇൻക്ലൂഡിങ് ഇതടക്കം മെഡിക്കൽ സ്റ്റോർ അടക്കം. മെഡിക്കൽ സ്റ്റോർ ആയിട്ട് ബന്ധപ്പെട്ട, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട. ഇവിടെ എനിക്ക് മെഡിക്കൽ സ്റ്റോർ ഇല്ല. മെഡിക്കൽ സ്റ്റോർ ഇല്ല എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ളവരെല്ലായിട്ട് ഭയങ്കര എന്നെ നല്ല ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ ചൊടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് മെഡിക്കൽ സ്റ്റോർ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യുന്ന നീലേശ്വരം, ഞാൻ ഒരു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ അകത്ത് ഓൺ ബിൽഡിംഗ് എടുത്തതാണ്. ഇതെല്ലാം റെൻറ്റിന് പോകുന്നതിൽ അതിൽ ഓൺ ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാം വെച്ചാൽ കണ്ണിൻ്റെ സർജറി അടക്കം വെച്ചാൽ, അതായത് എൻ്റെ ഓപ്പറേഷനൊക്കെ ഇവിടെ തന്നെ വെച്ചാൽ 6 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസേ ഉള്ളൂ, ചെറുവത്തൂർ നീലേശ്വരം. പിന്നെ ഈ നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ യൂത്തിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്തായാലും, കാരണം ഇത്ര ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായിട്ടൊരു കൊടുക്കാനുള്ള മെയിൻ മെസ്സേജ് വെച്ചാൽ, എന്തെങ്കിലും ചെയ്യാൻ മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ അങ്ങനെ അത് നടക്കൂ ഇത് നടക്കൂ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. എന്തെങ്കിലും ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാം. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതെന്താ തിരിച്ച് കിട്ടുമോ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എപ്പോഴായിരിക്കും അതൊന്നും ആലോചിക്കാൻ പാടില്ല. ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക. ഇത്രയും നേരം വളരെ തിരക്കുണ്ടായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു അല്പസമയം മാറ്റിവെച്ചതിന്
ഞാൻ എൻ്റെ പേരിലും പ്രേക്ഷകരുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം നിങ്ങളുടെ ഈ സ്ഥാപനം ആദ്യം ഞാൻ പറഞ്ഞു നല്ലൊരു ബിസിനസ്മാൻ ആയിരിക്കണം അല്ലേ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്, കേരളം, അങ്ങനല്ല ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ് ഏഷ്യയിൽ തന്നെ നല്ലൊരു ബിസിനസ്സുകാരൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ മാത്രം നിൽക്കാതെ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും നിങ്ങളുടെ ഈ സേവനം എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. ഓക്കെ, ഈ പ്രോഗ്രാം കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പേരിലും എൻ്റെ സ്ഥാപനമായ സ്കൈലാർക്ക് ഐ കെയർ ഹോസ്പിറ്റലിൻ്റെ പേരിലും നന്ദി പറഞ്ഞു. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുക മാത്രമല്ല, നിങ്ങൾക്ക് ഒത്തിരി അവയർനെസ് ലഭിക്കുകയും കൂടെ ചെയ്തു ഈ ഒരു പ്രോഗ്രാമിലൂടെ. അപ്പോൾ ഇന്നത്തെ ഈ വിജയവീഥി ഇവിടെ പൂർത്തിയാകുന്നുള്ളൂ. നാളെ പുതിയൊരു വ്യക്തിയുടെ വിജയഗാഥയുമായി വീണ്ടും കാണാം.